18ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വളരെയേറെ ശ്രദ്ധേയമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയാകെ മുഴുകിയിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തിയായ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ തീപാറുന്ന പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ പോരാട്ടം ഈ 18 ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത്. അത് നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ 1977 മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. വളരെ ലളിതമായിരുന്നു മുദ്രാവാക്യം. ആർക്കും യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇട നൽകാത്ത നിലയിൽ രാജ്യം വൻ വിഭാഗങ്ങളായിട്ട് മാറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ഒന്ന്, അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കുക, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ. 2, ഈ അടിയന്തരാവസ്ഥയും ഈ രാജ്യവും ഇതേപോലെ തുടരണം. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ പരാജയപ്പെടുത്തി അടിയന്തരാവസ്ഥ അവസാനിപ്പിച്ച പാരമ്പര്യമാണ് 1977 തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അത്ര ഗൗരവമുള്ളതെന്നല്ല, അതിനേക്കാൾ ഗൗരവമുള്ളൊരു തിരഞ്ഞെടുപ്പ് വന്നിരിക്കുക. ഇവിടെയും വളരെ ലളിതമാണ് നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രശ്നം. ഒന്ന്, ഇന്ന് നിലനിൽക്കുന്ന ഈ ഇന്ത്യ പരിമിതിയുള്ളത് തന്നെയാണ്. ഈ പരിമിതിയുള്ള ഈ ഇന്ത്യ നിലനിൽക്കണമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ ഇന്ത്യയെ ഇന്നത്തെ പാർലമെൻ്ററി വ്യവസ്ഥ, അതിനടിസ്ഥാനമായ ഭരണഘടന, മതനിരപേക്ഷത, ഫെഡറൽ സംവിധാനം ഉൾപ്പെടെയുള്ള ഈ വ്യവസ്ഥ മാറ്റി ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്ന നിലയിൽ വർഗീയവൽക്കരിച്ച് അടിമുടി ആയുധമണിഞ്ഞ ഒരു ഫാസിസത്തിലേക്ക് ഈ രാജ്യം പോകണമോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ 2 ചേരിയായി രാജ്യം മാറുന്ന അത്യപൂർവം രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ രംഗവേദിയായിട്ട് പാർലമെൻ്ററി സംവിധാനത്തിലെ തിരഞ്ഞെടുപ്പ് മാറുന്ന ഒരവസ്ഥയാണ് 2024 തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. നമുക്കേത് ചേരിയിലാണ് നിൽക്കാനാവുക? വളരെ ലളിതമാണ്. നമുക്കാരോടൊപ്പമാണ് ചേരാനാവുക? ഒരു സംശയമില്ല, പരിമിതിയുണ്ടെങ്കിലും ഇന്നത്തെ ഇന്ത്യ നിലനിൽക്കണം. ഈ ഭരണഘടനയെ മാറ്റി മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുത്വ രാജ്യം പ്രഖ്യാപിച്ച്, ഹിന്ദുത്വ രാജ്യം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞത്ര ലളിതല്ല, വെറുതെ പ്രഖ്യാപനം കൊണ്ട് വരുന്നതല്ല. പ്രഖ്യാപിക്കാനാവണമെങ്കിൽ അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഫാസിസം രാജ്യത്ത് നടപ്പിലാക്കണം. അല്ലാണ്ട് ഈ പാർലമെൻ്ററി വ്യവസ്ഥ വേണ്ടാന്നങ്ങോട്ട് പറഞ്ഞാൽ പാർലമെൻ്ററി വ്യവസ്ഥ ഇല്ലാതാവില്ല. ഈ മതനിരപേക്ഷത വേണ്ടെന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത ഇല്ലാതാവില്ല. ഈ പാർലമെൻ്ററി വ്യവസ്ഥയും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനവും എല്ലാം വേണ്ട, ഞങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ മാത്രം അത് നടപ്പിലാക്കാനാവില്ല. അത് നടപ്പിലാക്കാനാവണമെങ്കിൽ അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഭരണകൂടം വേണം. അത് കൈകാര്യം ചെയ്യുന്നതിനാണ് ഫാസിസം എന്ന് പറയുക. എല്ലാ ജനാധിപത്യ അവകാശങ്ങളും അവസാനിപ്പിച്ച് ഈ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്
ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയെ വഴിക്ക് പ്രതിരോധിക്കുക എന്നതാണ് ഏത് ജനാധിപത്യ വിശ്വാസിയുടെയും ഏത് മതനിരപേക്ഷ താല്പര്യം എന്നാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതാണെന്നാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. നിങ്ങൾക്കറിയാം, ഇന്ന് ഇന്ത്യ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ ഇന്ത്യ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ നടന്ന വമ്പിച്ച ജനകീയ മുന്നേറ്റം, 28 പാർട്ടികൾ ചേർന്ന് അതിശക്തിയായിട്ടുള്ള മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റം നടത്തിയപ്പോൾ അതിൽ കല്ലുകടി ഉണ്ടായത് എന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടിയില്ല. കോൺഗ്രസ് എടുത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലത്തെ റാലിയുമായിട്ട് ബന്ധപ്പെട്ട് BJP ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ അതിനിശിതമായ വിമർശനം മുന്നോട്ടേക്ക് വെച്ചത്. എന്താ വിമർശനം? ആ വിമർശനം ഞങ്ങളും കോൺഗ്രസിനെ പറ്റി മുമ്പേ ഉയർത്തിയിട്ടുള്ള വിമർശനമാണ്. കോൺഗ്രസിൻ്റെ നേരെ വരുമ്പോൾ കോൺഗ്രസ് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ വക്താവ്, CPIMൻ്റെ നേരെ വരുമ്പോൾ ആരോടൊപ്പമാണ്? ഈ ഏജൻസിയോടൊപ്പമാണ്. കെജ്രിവാളിനെതിരായിട്ട് വരുമ്പോൾ ആരോടൊപ്പമാണ്? ഈ ഏജൻസിയോടൊപ്പമാണ്. ഏജൻസി എന്ന് പറഞ്ഞാൽ ED ഉൾപ്പെടെയുള്ള CBI ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്കൊപ്പമാണ് ഇവർ നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ദൗർബല്യം അതാണ്. ഇന്ത്യയിലെ വിവിധ മേഖലയിലുള്ള നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ കടന്നാക്രമിക്കപ്പെട്ടപ്പോൾ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ, അതിനെതിരായിട്ട് പ്രതിഷേധിക്കാൻ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരായിട്ട് ഇന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പ്രതികരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായത്. മദ്യനയ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ED ചോദ്യം ചെയ്ത് 1 വർഷത്തിന് മുമ്പ് ഒരു മന്ത്രിയെ തന്നെ കൽത്തുറുങ്കിലടച്ചു. ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടക്കുന്ന സംവിധാനത്തെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ആലോചിച്ച് ഒരു കത്ത് നൽകി. ആ കത്തിൽ പറയുന്നത്, എന്തേ നിങ്ങൾ മന്ത്രിസഭയിലെ ഒരംഗത്തിൻ്റെ മേലെ മാത്രം ഈ കേസിൻ്റെ ബാധ്യത ചുമത്തി അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് വെറുതെ വിട്ടു? പച്ച മലയാളം ഇങ്ങനെയാണ്, കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? 1 വർഷം മുമ്പ് കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വം തന്നെ കത്തായിട്ട് എഴുതി കൊടുത്തു. ആ എഴുതി കൊടുത്ത കത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന തലത്തിലേക്കുള്ള കാര്യങ്ങൾ നീക്കിയത് എന്ന് ഇപ്പോൾ അവർ പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം കോൺഗ്രസ് അനുഭവത്തിലൂടെ പഠിക്കണം. അനുഭവത്തിലൂടെ പഠിക്കേണ്ടത് സങ്കുചിതമായ തൻ്റെ മാത്രം താല്പര്യം വെച്ചുകൊണ്ടല്ല, വിശാലമായ ഇന്ത്യയുടെ ജനാധിപത്യ താല്പര്യം വെച്ച് ഭരണകക്ഷിയായ BJPയും സംഘപരിവാർ വിഭാഗവും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിന്, കൽത്തുറുങ്കിലടക്കുന്നതിന് നിരവധിയായ മാർഗങ്ങൾ കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തുന്ന മാർഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള പ്രതിപക്ഷ ചുമതല ഏറ്റവും ശക്തിയായിട്ട് നിർവഹിക്കാൻ ബാധ്യതയുള്ള കോൺഗ്രസ് ആ ബാധ്യത നിർവഹിച്ചില്ല എന്ന സ്വയം പരിശോധന ഈ സന്ദർഭത്തിൽ വേണം. അത് പരിശോധിച്ചാൽ മാത്രമേ ഇപ്പോഴും നിങ്ങൾ ഇന്നലെ സംഘടിപ്പിച്ച ആം ആദ്മി പാർട്ടിയുടെ മുൻകൈയിൽ എല്ലാ പാർട്ടികളും 28 പാർട്ടികളും കൂടി ചേർന്ന് പാറ്റ്ന സമ്മേളനത്തിന് ശേഷം വളരെ ഗൗരവതരമായ ഒരു കടന്നാക്രമത്തെ പ്രതിരോധിക്കാൻ, കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ പ്രതിരോധിക്കാൻ ഡൽഹിയിൽ നടത്തിയത് ശരി, ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധം ശരി. പക്ഷേ ആ പ്രതിഷേധത്തിൻ്റെ അർത്ഥതലം കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ മുമ്പ് കോൺഗ്രസ് എടുത്ത നിലപാട് തെറ്റായിരുന്നു എന്നും ഞങ്ങൾ ശരിയായ നിലപാടിലേക്കാണ് വരുന്നത് എന്നും ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഈ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് ഇത് ചെയ്യോ? ഞങ്ങളിത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ലല്ലോ. കോൺഗ്രസിനോടുള്ള വിരോധം കൊണ്ട് പറയില്ല.
ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോഴും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്ന സന്ദർഭത്തിലെല്ലാം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കേന്ദ്ര ഏജൻസികളുടെ ഗുണ്ടാ പണി പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന BJPക്ക് വേണ്ടിയുള്ള ശ്രമത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനുള്ള ആശയ രൂപീകരണത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം. അത് അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ആ നിലപാടിൽ നിന്ന് മാറി. നല്ലത്, ഞങ്ങൾക്കതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളതിനെ വേറെ ഏതെങ്കിലും രീതിയിലല്ല ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു തലം നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് എന്താ? കെജ്രിവാളിനെതിരായിട്ടുള്ള ED നീക്കത്തെ അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുമ്പോൾ 28 പാർട്ടികളും ചേർന്ന് പ്രതിഷേധിക്കുമ്പോൾ ഇവിടെ ഈ കേരളത്തിൽ VD സതീശൻ ചോദിക്കുന്നത് എന്താ? കെജ്രിവാളിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, എന്തേ ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് VD സതീശൻ്റെ ചോദ്യം. എന്നിട്ട് അവർ തന്നെ വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെ CPIഎമ്മും മാർക്സ് അതുപോലെ തന്നെ BJPയും തമ്മിലൊരു അന്തർധാരയുണ്ട്. കള്ളപ്രചാരവേല, രാഷ്ട്രീയ ലാക്കോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചാരവേല ജനങ്ങളെല്ലാം നല്ലതുപോലെ തിരിച്ചറിയും. പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ തന്നെ സുധാകരൻ്റെയും ഇത്തരം പല്ലവികളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് കേരളത്തിലെ ഉത്ഭുത ജനത. കൃത്യമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നീക്കത്തിൻ്റെ തുടർച്ചയായി ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള ഫണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനാവാത്ത രീതിയിൽ പിഴ ഈടാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. 1832 കോടി ഉറുപ്പിക പിഴയടക്കണം കോൺഗ്രസിന് പിഴയടക്കാനൊന്നും പ്രയാസമൊന്നുണ്ട് എന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല. CPIക്കും 11 കോടി ഉറുപ്പിക പിഴ. ഞങ്ങൾക്ക് മുമ്പേ 15 കോടി ഉറുപ്പിയുടെ പിഴ ഒരു കടലാസ് എഴുതി തന്നിട്ടുണ്ട്. CPMന് 15 കോടി. ഈ കോഴിക്കോട് ജില്ലയിലെ ഏതോ ഒരു ഏരിയ കമ്മിറ്റിയുടെ ഒരു റെസീറ്റിൻ്റെ അകത്ത് കൃത്യത കാണിച്ചിട്ടില്ല. അത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കും ഈ കണക്കും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് പരിശോധിച്ചതാ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ 15 കോടി ഉറുപ്പിക പിഴയടക്കണം. ഞങ്ങൾ ഹൈക്കോടതിയിൽ അന്നേ പോയി. അതുകൊണ്ടാണ് ലിസ്റ്റിൻ്റെ പേരിൻ്റെ ഒപ്പം ഞങ്ങളുടെ പേര് വരാത്തത്. അതിപ്പോൾ കേസ് കിടക്കുക. കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്ന പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികൾ. ഒരു കണക്കും കൊടുക്കാത്ത പാർട്ടിയാണ് BJP. വിവരാവകാശ നിയമമനുസരിച്ച് കോൺഗ്രസിന് പിഴ ഈടാക്കാൻ തീരുമാനിച്ച സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് CPIക്ക് പിഴ ഈടാക്കാൻ തീരുമാനിച്ച സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പിഴ ഈടാക്കാൻ തീരുമാനിച്ച സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പുറത്തു വരുന്ന ഓരോരോ കണക്കുണ്ടല്ലോ, ആ കണക്കിൻ്റെ 100 മടങ്ങ് പിഴ ഈടാക്കാൻ ബാധ്യതയുള്ള തെറ്റുകൾ കണക്കുമായി ബന്ധപ്പെട്ട് BJPയുടെ അക്കൗണ്ടിലുണ്ട് എന്ന് ഇന്ന് പകൽ വെളിച്ചം പോലെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കറിയാം. നിങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഒരു ഇൻകം ടാക്സിൻ്റെ നിയമവും നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾക്ക് കോടിക്കണക്കിന് ഉറുപ്പികയുടെ വ്യത്യസ്ത രീതിയിലുള്ള ഈ പലിശ ഈ പറയുന്ന രീതിയിലുള്ള പിഴ ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപടി പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗത്തുണ്ട് എന്ന് എല്ലാ ചർച്ചയിലും ഇന്നലെയും മിനിഞ്ഞാൻ നോക്കിയായിട്ട് ഞാനും നിങ്ങളെല്ലാം കേട്ടതാണ്. പക്ഷേ BJPക്കെതിരായിട്ട് നിലപാടില്ല. BJP വക്താക്കൾ പറയുന്നത് നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നതാണ്. ഇതെല്ലാം കേസ് കൊടുത്തിട്ടാണോ വന്നത്? കോൺഗ്രസിൻ്റെത് കേസ് കൊടുത്ത് വന്നതാണോ? അപ്പോൾ ഞങ്ങൾ കോൺഗ്രസിൻ്റെതായാലും CPMൻ്റെതായാലും CPIയുടേതായാലും പുതുതായിട്ട് രംഗത്ത് പ്രവേശിച്ചിട്ടുള്ള ഇൻകം ടാക്സ്, അതും ഒരു പുതിയ EDയെ പണ്ട് ആർക്കും അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ EDയെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇൻകം ടാക്സും വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഭാഗമായിട്ടും പ്രതിപക്ഷ പാർട്ടികളെ വരുതിയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയത്. ആ പ്രവർത്തനത്തെ അതിശക്തിയായിട്ട് എല്ലാവരും ചേർന്ന് എതിർക്കുന്നത് കോൺഗ്രസ് ആണോ, CPI ആണോ, മാർക്സിസ്റ്റ് ആണോ, തൃണമൂൽ കോൺഗ്രസ് ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ച ഈ സന്ദർഭത്തിൽ ശരിയായി ഇലക്ഷൻ നടത്തുന്നതിന് പകരം
ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇലക്ഷൻ നടത്താൻ തന്നെ അനുവാദം നൽകില്ല എന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെ തുറന്നു കാണിച്ചുകൊണ്ട് മാത്രമേ ഈ ഇലക്ഷൻ പ്രക്രിയയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതാണ് രണ്ടാമത്തെ കാര്യം. ഞാനൊരു സുദീർഘമായ പ്രസംഗമൊന്നും നിങ്ങളാരും ഉദ്ദേശിക്കുന്നില്ല, ഈ നട്ടപ്പൊരിയുന്ന വെയിലാവാൻ പോവുകയാണ്. മൂന്നാമത്തെ കാര്യം, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ സുപ്രീം കോടതിയുടെ ഫലപ്രദമായ ഇടപെടൽ അടിസ്ഥാനപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യന് മനസ്സിലാവില്ല. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇലക്ഷൻ ഫണ്ടാണ് കേട്ടാ. ഈ ഇലക്ട്രൽ ബോണ്ട് എന്നെല്ലാം പറഞ്ഞാൽ എന്തോ ഒരു ബോണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഇലക്ഷൻ്റെ ഫണ്ടാണ്, ഇലക്ഷൻ ഫണ്ട് പിരിവാണ്. ഇലക്ഷൻ ഫണ്ട് വ്യവസ്ഥാപിതമാക്കുന്നതിന് വേണ്ടി വളരെ ഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമായി ഈ നരേന്ദ്രമോദി കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ പരിപാടിയാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് കൃത്യമായിട്ട് പണം വാങ്ങാൻ, അതൊരു ഔദ്യോഗിക ഭാഗമാക്കി മാറ്റാൻ അവർ ചെയ്തു വെച്ച പണിയാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട്, ഈ ഫണ്ട് പിരിക്കാനുള്ള പുതിയ രീതി. 5-6 കൊല്ലമായി. എന്താ ഇപ്പോൾ അവൻ്റെ അവസ്ഥ? ഇവിടെ ചില മാധ്യമങ്ങൾ പറഞ്ഞു മാർക്സിസ്റ്റുകാർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ്, ഇവർക്കെല്ലാം കിട്ടി, ഞങ്ങൾക്ക് CPM അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള വാർത്താ ശൃംഖലയുടെ നേതാക്കന്മാരിവിടെ പ്രചരിപ്പിച്ചത്. അപ്പോഴേ ഞങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ വസ്തുത പറഞ്ഞു. അത് കൃത്യമായിട്ട് കൊടുക്കാൻ ഈ മാധ്യമങ്ങളൊന്നും കേരളത്തിൽ തയ്യാറല്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടിയില്ലേ എന്നാണ് ചോദ്യം. കിട്ടിയില്ല എന്നാണ് ഉത്തരം. CPIM ഇടതുപക്ഷ പാർട്ടികൾ അന്നേ പ്രഖ്യാപിച്ചു, ഈ ബോണ്ട്, ഈ ഇലക്ഷൻ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട. വൻകിട മുതലാളിമാരിൽ നിന്ന്, കുത്തകകളിൽ നിന്ന്, ആരിൽ നിന്ന് വാങ്ങി, ആർക്കാണ് കൊടുത്തത്, ഇതാണ് കാര്യം. ആരോടാണ് വാങ്ങിയത്, ആർക്കാണ് കിട്ടിയത് എന്ന കാര്യം വെളിപ്പെടുത്തണ്ട. അതാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷമായ കാര്യം. നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഭേദഗതി വരുത്തിയത്. എന്നിട്ട് നിങ്ങൾക്ക് ആരോടും വാങ്ങാം, ആർക്കും കൊടുക്കാം, ആരോട് വാങ്ങിയെന്നും പറയണ്ട, ആർക്കാണ് കിട്ടിയതെന്നും പറയണ്ട, ആരാണ് തന്നതെന്നും പറയണ്ട. അന്ന് ഞങ്ങൾ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പറഞ്ഞു, ഞങ്ങൾ ഈ ബോണ്ടിലില്ല, ഞങ്ങൾക്ക് ഈ ഫണ്ട് വേണ്ട. എല്ലാവരോടും പറഞ്ഞു, പോയിട്ട് SBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ പോയി നിങ്ങൾ ബോണ്ട് രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു, രജിസ്റ്റർ ചെയ്യുന്ന പ്രശ്നമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് വേണ്ട. ഞങ്ങൾ ഈ ഫണ്ട് വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല, അപ്പോഴും തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിലേക്ക് പോയി. ആ സുപ്രീം കോടതിയിൽ പോയപ്പോൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോടതി ആ കേസെടുത്തു. ആ കേസിൻ്റെ ഭാഗമായി വിധി വന്നു. ആ വിധിയിൽ പറഞ്ഞു, ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഇലക്ഷൻ ഫണ്ട് സമാഹരിക്കുന്ന രീതി ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി പറഞ്ഞാണ്, ഞങ്ങളാരും പറഞ്ഞതല്ല, ഭരണഘടനാ വിരുദ്ധമാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ട കാര്യം, അറിയാനുള്ള അവകാശത്തിൻ്റെ മേലെ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൗരൻ്റെ അവകാശത്തിൻ്റെ നേരെയുള്ള കടന്നാക്രമമാണ്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന ഈ ഇലക്ഷൻ ഫണ്ട് സംവിധാനം വേണ്ട, നിർത്തി. അതിൻ്റെയും രസകരമായൊരു സംഭവമുണ്ട്. ഈ വിധി വരുന്നതിന് 3 ദിവസം മുമ്പ് 10,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അച്ചടിക്കാൻ കൊടുത്തതാണ് ഭരണവർഗം. നരേന്ദ്രമോദി 10,000 കോടി കൂടി വാങ്ങി ഈ ഇലക്ഷന്. കഴിഞ്ഞ ഇലക്ഷനിലെ പൈസ വാങ്ങിയത്. ഈ ഇലക്ഷന് വരാൻ പോകുന്ന 24 നടക്കാൻ പോകുന്ന ഇലക്ഷന് BJPക്ക് പണം കിട്ടാൻ വേണ്ടി 10,000 കോടി രൂപയുടെ ബോണ്ട് അച്ചടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട്. ആ വിവരം ഇപ്പോൾ പുറത്തു വന്നു. ആ 10,000 കോടി പോയി. ഈ പറഞ്ഞ പട്ടികയിൽ അവർക്ക് കിട്ടിയത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏതാണ്ട് 9,000 കോടിയോളം റുപ്പിയാണ്. 8,000-ൻ്റെ ചില്ലറയാണ് പറഞ്ഞു വെക്കുന്നത്. അതൊന്നുമല്ല, ഒരു 9,000 കോടി റുപ്പിയ
BJPക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ്. ഫണ്ട് വാങ്ങിയതല്ല. നമ്മൾ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരാളോട് കണ്ണ് ഒന്ന് മിഴിച്ച് നിങ്ങൾ കുറച്ചുകൂടി ഫണ്ട് തരണം എന്ന് പറയുന്നത് പോലും രാജ്യത്ത് വാർത്തയാണ് അല്ലേ? ആ ബലപ്രയോഗിച്ചു വാങ്ങുന്നു ഫണ്ട് എന്നാണ്. ആരെങ്കിലും ഞാൻ എന്നെയല്ല ഉദ്ദേശിക്കുന്നത്, ഞങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഗുണ്ടാ പിരിവാണ് നിങ്ങൾ നടത്തിയത്. ED ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾ ഗുണ്ടാ പിരിവ് നടത്തി. അവരെ പോയി പേടിപ്പിക്കുക, കേസെടുക്കുക. ആ കേസെടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ബോണ്ടിലേക്ക് പണം കൊടുക്കുക. BJPക്ക് പണം കൊടുത്താൽ ആ കേസ് ഇല്ലാതായി. ആ കേസ് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കേസാണ്? നിരവധി കേസുണ്ട്. ഞാനൊന്നും പറയുന്നു, ഒറ്റ കേസ് പറയാം. അത് വളരെ വിചിത്രമാണ് താനും. ലോകത്ത് ഒരു സ്ഥലത്തും പറഞ്ഞു കേട്ട് ഒരു അനുഭവമില്ലാത്തവരാണ് നമ്മൾ. എന്താ? കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് ഒരു കേസ് കിട്ടും. കേസ് എന്ന് വെച്ചാൽ സാമ്പത്തിക ഇടപാട് തന്നെ, കോടികളുടെ ഇടപാടിൻ്റെ ഭാഗമായിട്ടുള്ള കേസ് തന്നെയാണ് പെട്ടത്. ആ കേസ് പെട്ടപ്പോൾ കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയല്ലാതെ അതിൻ്റെ തുടർ പ്രക്രിയ ഒന്നും മുന്നോട്ടേക്ക് പോവില്ലല്ലോ. 170 കോടി ഉറുപ്പിക, 170 കോടി ഉറുപ്പിക BJPക്ക് ഇലക്ഷൻ ഫണ്ട് കൊടുത്തു. 170 കോടി ഉറുപ്പിക ഇലക്ഷൻ ഫണ്ട് കിട്ടിയപ്പോൾ ആ കേസേ ഇല്ലാതായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരു അത്ഭുതമാണ്. ഇലക്ഷൻ ഫണ്ട് അത് കൈനീട്ടി വാങ്ങാൻ BJP, അത് കൊണ്ടുപോയി കൊടുക്കാൻ കോൺഗ്രസ്. ഇതാ ഇലക്ഷൻ ബോണ്ടിൻ്റെ, ഈ പറയുന്ന ഇലക്ഷൻ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു കാര്യം. എത്ര കൊടും ക്രൂരത നടത്തിയ ആളുകൾക്കാണ്, ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയ ആളുകൾക്കാണ് കേസ് ഒഴിവാക്കിയിട്ട് പണം വാങ്ങിയത്. കെജ്രിവാളിനെ തന്നെ മാപ്പുസാക്ഷിയാക്കി അവൻ്റെ കയ്യിൽ നിന്ന് 50 കോടിയിലധികം ഉറുപ്പിക വാങ്ങി എന്നിപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമായി. എന്നിട്ടാണ് മാപ്പുസാക്ഷിയാക്കിയത്. അപ്പോൾ ഒന്നാം പ്രതിയെ മാപ്പുസാക്ഷിയാക്കുക, എന്നിട്ട് മാപ്പുസാക്ഷിയാക്കി വെറുതെ വിടുന്നതിന് വേണ്ടി 50 കോടിയിലധികം ഉറുപ്പിക ഈ ഇലക്ഷൻ ഫണ്ടും BJP വാങ്ങുക. ഇങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞതുപോലെ ഗുണ്ടാ പിരിവ് പോലെ എല്ലാ സംവിധാനവും, ഈ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വാങ്ങുക. വാങ്ങുന്നത് BJP, ഗുണഭോക്താവ് BJP. എന്നാൽ BJPയെ പോലെ തന്നെ കോൺഗ്രസ് വാങ്ങാതിരുന്നിട്ടില്ല. ഇപ്പോഴും വലിയ ആദർശ പ്രസംഗങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. പക്ഷേ അവരും വാങ്ങി 2000 കോടി. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മറ്റു ചില പാർട്ടികളും വാങ്ങി. അപ്പോൾ 90,000-നടുത്ത് കോടി ഉറുപ്പിക BJP വാങ്ങി. 2000-ലധികം കോടി ഉറുപ്പിക കോൺഗ്രസും വാങ്ങി. സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെയുള്ളവരോടാണ് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരെപ്പറ്റിയും പറയണ്ടല്ലോ. അത് കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്, BJPക്കും കിട്ടിയിട്ടുണ്ട്. 1300-ലധികം കോടി ഉറുപ്പികയാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ഒറ്റൊരാൾ കൊടുത്തത്. വലിയ മുതലാളിമാരോട് പണം വാങ്ങി ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് BJPയെ പറ്റി ഒരു അത്ഭുതവുമില്ല, ഞങ്ങൾക്കൊട്ടുമില്ല. കാരണം എന്താ? അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നൊരു ഗവൺമെൻറ്റായത്. ഞങ്ങൾ മുമ്പേ വിശകലനം ചെയ്തതാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഈ വൻകിടക്കാർക്ക് വേണ്ടിയിട്ടാണ്. അദാനിക്ക്, അംബാനിക്ക്, അതുപോലുള്ള 1% വരുന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണ സംവിധാനമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അത് അവരുടെ ചെലവിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതിനില്ലേ, അവരുടെ ചെലവിൽ പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ അവരിൽ നിന്നാണ് പണം വാങ്ങുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബാക്കിയെല്ലാം വായ്ത്താരികളാണ്. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ രാജ്യത്തിലെ ജനങ്ങളോടാണ് ഞങ്ങൾ ഫണ്ട് വാങ്ങുന്നത്. ഈ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ അക്ഷയപാത്രം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണം. അതാ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണം. അപ്പോൾ ചിലരെല്ലാം പറയാറുണ്ട്, സഖാവേ ഈ കീശയിൽ നിന്ന് റെസീറ്റ് ഒഴിഞ്ഞ സമയമില്ല. വിമർശനമായിട്ടാണ്. കീശയിൽ നിന്ന് റെസീറ്റ് ഒഴിഞ്ഞ സമയമില്ല. എപ്പോഴും പോകുമ്പോൾ പൈസയാണ് എന്തെങ്കിലും ഒരു കാര്യം. ഞാൻ അപ്പോഴും പറയാറുണ്ട്, കീശയിൽ നിന്ന് എപ്പോഴാണോ റെസീറ്റ് ഒഴിയുന്നത് അന്ന് പിന്നെ ഈ പാർട്ടിയില്ല.
മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം ഇതാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണം. ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്നതിന് പകരം കോർപ്പറേറ്റുകളുടെ ചെലവിൽ പ്രവർത്തിച്ചാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടി വരിക. അതിന് പാർട്ടിയുണ്ട്, അതാണ് കോൺഗ്രസ്, അതാണ് BJP. ആ നല്ല തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും ഭാഗമായിട്ട് ജനങ്ങളോട് തന്നെയാണല്ലോ ഫണ്ട് വാങ്ങുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഫണ്ട് പ്രവർത്തനം നടത്തുന്നത്. കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ തന്നെ പൈസ ഇല്ലാണ്ടായി പോയി. ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ലാന്ന് 2000 കോടി രൂപ നേടിയാ പോയേ. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഫണ്ട് വാങ്ങിയല്ലോ നിങ്ങൾ 2000 കോടി. ആ കോടി എവിടെ പോയി? കോൺഗ്രസിൻ്റെ കയ്യിൽ എവിടുന്ന പണമില്ലാതെ പോയേ. അപ്പോൾ ഇതെല്ലാം ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാടയാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റത്തിൻ്റെ വക്താക്കളാണ് ഇവരെല്ലാം. അത് ഈ രാജ്യത്ത് തുറന്നു പറയാൻ സാധിച്ചത് സഖാവ് സീതാറാം യെച്ചൂരി തന്നെ കൊടുത്ത ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ്. എന്നിട്ടും ഉരുണ്ട് കളിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരോട് പറഞ്ഞു ഇതെല്ലാം വളരെ വേഗം പരസ്യപ്പെടുത്തണം. ഒരു തീയതി പറഞ്ഞിരുന്നു, ഇത്രാം തീയതിക്ക് മുമ്പ് പരസ്യപ്പെടുത്തണം. അതിൻ്റെ തലേ ദിവസം SBI അങ്ങോട്ടേക്ക് പോവുകയാണ്, കോടതിയിലേക്ക്. കോടതിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഞങ്ങൾക്കിതെല്ലാം ശേഖരിക്കാൻ ഒരു 2-3 മാസം വേണം. അപ്പോൾ ഇലക്ഷൻ തീരുമല്ലോ. 2-3 മാസം വേണമെന്ന് കോടതി പ്രകോപനപരമായി. കോടതി പറഞ്ഞു ഒരു ദിവസം തരില്ല. അവർ പറഞ്ഞ ആ തീയതിക്ക് ഇതിൻ്റെ മുഴുവൻ വിവരവും ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷൻ അന്ന് വൈകുന്നേരം പൊതുജനങ്ങൾക്കറിയാൻ തക്ക രീതിയിൽ അതതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. 3 മാസം സാവകാശം വേണമെന്ന് പറഞ്ഞ SBI അന്ന് തന്നെ പോയി, ഇല്ലെങ്കിൽ നിങ്ങളെ നടപടിയെടുക്കുന്നു പറഞ്ഞു. അപ്പോൾ മുട്ടുപറച്ച് എന്നിട്ട് ഉടനെ പോയി ആ വിവരങ്ങൾ, അവരെ കയ്യിൽ മുഴുവൻ വിവരമുണ്ടല്ലോ, വിവരമെടുക്കാൻ വലിയ പ്രയാസമുണ്ടോ പണ്ടത്തെ പോലെ? ആ വിവരങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു. അവരാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോഴാണ് കൃത്യമായ കണക്ക് കിട്ടിയത്. ആരാണ് കൊടുത്തത്, ആരോടാണ് വാങ്ങിയത്. കൊടും ക്രൂരത നടത്തിയിട്ടുള്ള നിരവധി ആളുകളോട്, കള്ളപ്പണക്കാരോട്, ഏറ്റവും ശക്തമത്തായ രീതിയിൽ രാജ്യവിമർശനം നടത്തുന്നവരോട് എല്ലാം പണം വാങ്ങിയിരിക്കുകയാണ്. പണം കിട്ടിയാൽ വേറൊന്നും വേണ്ട. അതേപോലെ തന്നെ BJPക്ക് എതിരായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ അശോക് ചൗഹാൻ, ആരായി അശോക് ചൗഹാൻ എന്നറിയോ? ഒരു സാധാരണ കോൺഗ്രസ് ഒന്നുമല്ല, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവാണ്. ആ നേതാവിനെ പറ്റി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണെന്നാണല്ലോ പറയുന്നത്. ആ രാഹുൽ ഗാന്ധി പറഞ്ഞു, അശോക് ചൗഹാൻ എന്നെ വിളിച്ചു. ആരെ? രാഹുൽ ഗാന്ധിയെ വിളിച്ചു. എന്നിട്ട് കരയുകയാണ്. ഒരു മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവ് കരയുകയാണ്. എനിക്കൊറ്റ വഴിയേ ഉള്ളൂ, ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ BJP. രണ്ടും ജയിലിനെ. ഒന്നുകിൽ ജയില് അല്ലെങ്കിൽ BJP. ഞാൻ അവസാനം BJPയിൽ പോകാൻ തീരുമാനിച്ചു എന്ന് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് അശോക് ചൗഹാൻ തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, കരയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, രാഹുൽ ഗാന്ധിയാണ്. അതാണ് ഈ കോൺഗ്രസിൻ്റെ ദുരന്തം. കോൺഗ്രസിൻ്റെ ദുരന്തം അതാണ്. കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ 10-13 BJP പോയി. 13 മുഖ്യമന്ത്രിമാർ, 200 MLA മാർ, 100 MP മാർ, ഇതെല്ലാം കോൺഗ്രസ് ചേർന്നു. ഇതെല്ലാം ഉത്തരേന്ത്യയിലേ പോകുള്ളൂ എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. ഇപ്പോൾ എവിടെയും പോകാൻ തുടങ്ങി. കരുണാകരൻ്റെ മകൾ പോയി, പത്മജ വേണുഗോപാൽ പോകുന്നു ആരും ധരിച്ചിട്ടില്ല, പോയി. അതിന് മുൻഗാമിയായിട്ട് AK ആന്റണിയുടെ മകൻ പോയി. AK ആന്റണിയുടെ മകൻ ഇപ്പോഴും പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണ്. ഇപ്പോഴും BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തയ്യാറാക്കാനുള്ള 32 അംഗ കമ്മിറ്റിയിൽ ഒരാളാണ് AK ആന്റണിയുടെ മകൻ. പത്രക്കാർ ചോദിച്ചു AK ആന്റണിയോട്, നിങ്ങൾ മകനെതിരായി പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുമോ? ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല.
അസുഖമാണെന്നാണ്. ആ അസുഖം നായനാർ പറയുന്ന പോലെയാണ്, അതിൻ്റെ പേര് കുന്നാംകുളത്താണ്. നിങ്ങളെല്ലാം പോറ്റി വളർത്തിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാക്കി രൂപപ്പെടുത്തിയിട്ടുള്ള കരുണാകരൻ്റെയും അതുപോലെ തന്നെ ഈ ആൻ്റണിയുടെയും മക്കളൊക്കെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചേക്കാറാൻ ഒറ്റ നിമിഷം മാത്രമേ കൊണ്ടു. ഏത് കോൺഗ്രസ്സാണ് നാളെ BJP ആകുക എന്നതിന് ഒരു കൃത്യതയുമില്ല. MK രാഘവൻ ഉൾപ്പെടെയുള്ള, സുധാകരൻ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള, ശശി തരൂർ ഉൾപ്പെടെയുള്ള ആർക്കും നാളെ BJP ആവുന്നതിൽ ഒരു പ്രയാസം ഉണ്ടാവേണ്ട കാര്യമില്ല. എന്താ, അതിർ വരമ്പില്ല. ഒരു വഴിയിൽ നിന്ന് അപ്പുറത്തെ വരിയിലേക്ക് പോകാൻ ഒരു വരമ്പുണ്ടാവില്ലേ? വരമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വരമ്പ്, ആ വരമ്പില്ല, വരമ്പല്ല, ഒരു രേഖയില്ല, ഒരു വര പോലുമില്ല വ്യത്യാസം. അത് സാമ്പത്തിക മേഖലയിലുമില്ല, അതുപോലെ തന്നെ ദാർശനികമായ മതപരമായ പ്രശ്നത്തിലും നിങ്ങൾക്കില്ല. ഒരേ നിലപാട് സ്വീകരിക്കുന്ന ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ നിങ്ങൾ ഈ അണികളെ വളർത്തിയാൽ ഇവരെല്ലാം നാളെ BJP ആവില്ല എന്നുള്ളതിന് ഒരു ഉറപ്പില്ല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ CPM കാരൻ പറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരൻ പറഞ്ഞു എന്നാണ് പറയുക. അത് ഏറ്റവും ശക്തിയായിട്ട് പറഞ്ഞ ഒരു സാഹിത്യകാരനുണ്ട്, വായിച്ചു ആരെങ്കിലും? പച്ചയായിട്ട് പറഞ്ഞു അദ്ദേഹം. ഈ ഇന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ പ്രമുഖനായ ഒരാളാണ് പറഞ്ഞത്. ആരാ? നിങ്ങളടുത്ത് തന്നെയാണ്. പത്രം വായിക്കുന്ന എല്ലാവരും പറയാം പറഞ്ഞത്. ആരാ പറഞ്ഞത്? ആരാ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ആരാ പറഞ്ഞത്? പറഞ്ഞത് മറ്റാരുമല്ല, M. മുകുന്ദനാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എഴുതിയ ലോകോത്തരമായ നോവലുകൾ ഈ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രമുഖനായ എഴുത്തുകാരൻ, സാഹിത്യകാരൻ M. മുകുന്ദൻ പറഞ്ഞു, എനിക്ക് ധൈര്യപൂർവ്വം വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ എപ്പോഴാണ് BJPയിലേക്ക് പോവുക എന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല, അതുകൊണ്ട് അവർക്ക് ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത് M. മുകുന്ദൻ. ഇങ്ങനെ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള നാടാണ് കേരളവും ഇന്ത്യയും. ഏത് സമയത്തും ഇവർക്ക് BJPയിലേക്ക് ചേക്കേറാം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം. ഇനി നമുക്ക് ഈ പശ്ചാത്തലത്തിൽ BJPയെ അധികാരസ്ഥാനത്തു നിന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന അന്വേഷണമാണ് നാലാമത്തെ കാര്യം. ഒരു സംശയമില്ല, നല്ല വഴിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം രാജ്യത്തെ പഠിപ്പിച്ച അതേ വഴി. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഒന്നും ഇപ്പോൾ ആലോചിക്കണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെല്ലാം പ്രധാനമന്ത്രിയാവാൻ പറ്റുമെങ്കിൽ പ്രധാനമന്ത്രിയാവാൻ ഡസൻ കണക്കിന് നേതാക്കളുള്ളതാണ് ഈ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരിൽ. ഒന്നല്ല, ഡസൻ കണക്കിന്. അതുകൊണ്ട് അതിൻ്റെ ബേജാറൊന്നും വേണ്ട. വളരെ വ്യക്തതയോടുകൂടി തന്നെ ഞാൻ പറയുകയാണ്, ഒരിക്കലും പ്രതിപക്ഷം അധികാരത്തിലേക്ക് വരുമ്പോൾ ആരാണ് പ്രധാനമന്ത്രിയാവുക എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ഇന്നേ വരെ. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഇന്നത്തെ ഇന്ത്യയിൽ പാറ്റ്നയിൽ കണ്ടതുപോലെ, ഇന്നലെ ഡൽഹിയിൽ കണ്ടതുപോലെ ഒരു ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കാൻ നമുക്കായാൽ BJPയെ നമുക്ക് തോൽപ്പിക്കാം. അതിൻ്റെ മാനസിക കണക്കല്ല. പക്ഷെ എന്തു വേണം? കോൺഗ്രസ് എടുക്കുന്ന, മഹാരാഷ്ട്രയിൽ എടുക്കുന്ന നിലപാടെടുത്താലാവില്ല. മഹാരാഷ്ട്രയിൽ കടുത്തുപിടുത്ത് പിടിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞാലാവില്ല. അവിടെ ഐക്യപ്പെടാൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് ഐക്യം ഉണ്ടാക്കണം. ഐക്യം ഉണ്ടായതല്ല. ഇപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എവിടെയും ഐക്യം ഉണ്ടായില്ല. ഉണ്ടാക്കണ്ടേ? ഇപ്പോൾ തമിഴ്നാട്ടിൽ ഐക്യം ഉണ്ടായി. അത് DMK ആണ് മുൻകൈ എടുക്കുന്നത്, കോൺഗ്രസ് അല്ല. ഡൽഹിയിൽ ഐക്യം ഉണ്ടായി, ആം ആദ്മി പാർട്ടിയാണ് മുൻകൈ എടുത്തത്. ബീഹാറിൽ ഇപ്പോൾ ഐക്യം ഉണ്ടായി, RJD ആണ് മുൻകൈ എടുത്തത്, ലാലു പ്രസാദ്. എന്നാൽ BJPക്കെതിരെ നേരിട്ട് പൊരുതുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അമ്മാതിരിയുള്ള ഒരു ഏർപ്പാടിന് അവരില്ല. അതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഞങ്ങളൊരു കാര്യം മുമ്പേ പറഞ്ഞു, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യ ഓരോ സംസ്ഥാനമായി, എല്ലാ ഇന്ത്യ എന്ന് എടുത്തിട്ടൊന്നും ഇന്ത്യയെ പറ്റി പറയാൻ പറ്റില്ല.
ഇന്ത്യ മുന്നണി കൃത്യമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ബംഗാളിൽ തൃണമൂലിൽ അവിടെ മത്സരിക്കുകയാണ്. അവിടെ ഇന്ത്യ മുന്നണിയൊന്നുമില്ല. കേരളത്തിൽ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ തന്നെ രണ്ട് ചേരിയായിട്ട് പ്രബലമായിട്ട് മത്സരിക്കുകയാണ്. കേരളത്തിലുമില്ല. കേരളത്തിൽ പിന്നെ പ്രത്യേകതയുണ്ട്. ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ശക്തിയല്ല. ബി ജെ പിയെ തറപറ്റിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രബലമായ ശക്തിയായിട്ട് കേരളത്തിലില്ല. ഇവിടെ പരമ്പരാഗതമായിട്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം. ആ മത്സരം നടക്കുകയാണ്. എന്നാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരായി നിൽക്കുന്ന ഓരോ മണ്ഡലത്തിലും എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഒരു യൂണിറ്റായി എടുക്കണം. ബി ജെ പി വിരുദ്ധർക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലം ഏത്, ആ മണ്ഡലം തീരുമാനിച്ച് ആ പാർട്ടികൾക്ക് കൊടുക്കണം. എല്ലാ പാർട്ടികൾക്കും കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ബി ജെ പി വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമാവാതിരുന്നാൽ ഉറപ്പായിട്ട് ബി ജെ പിയെ തോൽപ്പിക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്? നിതീഷ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ശതമാനം 37% വോട്ടാണ്. ബി ജെ പി ഭൂരിപക്ഷ പാർട്ടിയൊന്നുമല്ല. ബി ജെ പിക്ക് കിട്ടിയത് 37% വോട്ട്. ആ 37% വോട്ട് കിട്ടിയ ബി ജെ പിക്ക് മറുഭാഗത്ത് 63% വോട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബി ജെ പിക്കെതിരായിട്ട് മത്സരിക്കുന്നവർ തമ്മിൽ തർക്കമില്ല. ബി ജെ പി വിരുദ്ധ വോട്ട് ഒരു സംസ്ഥാനത്തിലെ ഓരോ മുഴുവൻ ചേർത്ത് കിട്ടിയാൽ ഇന്ത്യ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തോറ്റ് തുന്നം പാടുന്ന അവസ്ഥയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. തോൽപ്പിക്കാനാവോ? ഞങ്ങൾക്ക് 370 മുതൽ 430 വരെ സീറ്റ് കിട്ടുന്നൊക്കെ സ്വപ്നാണ്. ഭയപ്പെട്ടിരിക്കുകയാണ്. അഴിമതിക്കെതിരായിട്ട് കുരിശുയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആ വീരവാദം ഇപ്പോഴില്ലല്ലോ. എന്തേ നരേന്ദ്രമോദിക്ക് പറയാനാവാത്തത്? ഇപ്പം ഞഞ്ഞാമിഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഊർജ്ജം ഉണ്ടല്ലോ, പണ്ട് പറയുന്നതിൻ്റെ ഒരു ഊർജ്ജം ആരും അറിയില്ലാതെ കട്ടിച്ച. ഈ കളവൊന്നും ഈ അഴിമതിയൊന്നും ഈ രാജ്യത്തെ ആരും അറിയില്ല, ലോകം ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ ബോണ്ടിൻ്റെ കാര്യം കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു, ജനം മുഴുവൻ അറിഞ്ഞു. സമൂഹത്തിൻ്റെ മുമ്പിൽ ബി ജെ പിയെ വിവസ്ത്രനാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾക്ക്? എന്ന് പറഞ്ഞാൽ ഉടുക്കാണ്ട് നിർത്തിയിരിക്കുന്നു സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ബി ജെ പിയെ. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ബി ജെ പിക്കാർ പുറപ്പെട്ടാൽ നടക്കുമോ? അത് മനുഷ്യരെല്ലാം കാണുകയല്ലേ. ഈ അഴിമതിക്കെതിരായ അതിശക്തിയായ പോരാട്ടമാണ് രാജ്യത്ത് നടന്നു വരുന്നത്. മാത്രമല്ല, ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക പറഞ്ഞു തെറ്റ്, ജർമ്മനി പറഞ്ഞു തെറ്റ്, UK പറഞ്ഞു തെറ്റ്, UN പറഞ്ഞു തെറ്റ്. ആദ്യമെല്ലാം നിഷേധം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിഷേധമില്ല. രാജ്യത്തിൻ്റെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഈ ഇന്ത്യയിൽ. എന്നിട്ട് പറയുക ഞങ്ങൾ ഇപ്പോൾ 5ാം സ്ഥാനം, ഇനി 3ാം സ്ഥാനത്തേക്ക് വരാൻ പോവാണെന്നാണ്. 5ാം സ്ഥാനം ഈ രാജ്യത്തെ ജനങ്ങളല്ല. ഇനി 3ാം സ്ഥാനത്തേക്ക് വരുമ്പോഴും ഈ രാജ്യത്തെ ജനങ്ങളല്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നൊരവസ്ഥ. അതാണ് ഈ രാജ്യം അഭിമുഖീകരിക്കുന്നത്. അങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ശിഷ്യനാണോ ഗുരുവാണോ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഏതായാലും ഇപ്പോൾ ശിഷ്യൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഇവിടെ ഗുരുവായി കണക്കാക്കാം. ആരാ? ഇന്ത്യയിലെ നമ്പർ 1 പറഞ്ഞാട്ടാരാ? ഒന്നും പറയുന്നില്ല. എന്താ പറയാതെ ഇങ്ങനെ യോഗം കേട്ടിരിക്കുക മാത്രം ആ പണി. ആരാ? അമിത്ഷയൊന്നുമല്ല. അമിത്ഷയിൽ എന്ത് സാ? അദാനിയാണ്. അദാനി ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി ആ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന ഒന്നാമത്തെ ആള് അദാനിയാണ്. അദാനിയാണ് ഗുരു ശിഷ്യ ബന്ധം. ആർക്ക്? ഈ നരേന്ദ്രമോദിയായിട്ട്. 0.5 ലക്ഷം കോടിയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദാനിയുടെ ആസ്തി. നല്ല പോലെ മനസ്സിൽ വെച്ചോളണം. ഉദ്യോഗത്തിന് വന്നാൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? 0.5 ലക്ഷം കോടിയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദാനിയുടെ എന്ത്? അതൊരു പ്രധാനപ്പെട്ട പദമാണ്.
അദാനിയുടെ ആസ്തി, വരുമാനമല്ല, വരവല്ല, ആസ്തി. ഈ ആസ്തി ഇപ്പോഴെത്രയായി? എത്രയാ? 11.44 ലക്ഷം കോടിയായി. എങ്ങനെയാ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ? അല്ല, ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാ. ഈ അദാനിക്കൽ എന്ത് ബുദ്ധി? അദാനിക്ക് വേണ്ടി എല്ലാ ബുദ്ധി ഉപയോഗിക്കുന്നത് വിലക്ക് വാങ്ങിയവരല്ലേ, അവരല്ലേ? വിലക്ക് വാങ്ങിയ ബുദ്ധിയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത് മുഴുവൻ, ഈ സമ്പത്ത് മുഴുവൻ ഇവൻ്റെ കയ്യിലേക്ക് എത്തിയത് 11.44 ലക്ഷം കോടി ഉറുപ്പിക. ലോകത്തിലെ തന്നെ വലിയ മുതലാളിമാരുടെ പട്ടികയിലേക്ക് എത്താൻ അദാനിയെ സഹായിച്ചത് നരേന്ദ്രമോദിയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അദാനിക്ക് കൊടുത്തു. അദാനിക്ക് മാത്രമല്ല, അംബാനിക്കും കൊടുത്തു. 1% കയ്യിലാണ്, ഇന്ത്യയിൽ 1% കയ്യിലാണ് 39.5% സമ്പത്തുള്ളത്. 40% സമ്പത്ത് 1% കയ്യിലാണ്. 79% സമ്പത്ത് 10% കയ്യിലാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവൻ്റെ എല്ലാം ഭരണം. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തിൻ്റെ കൃത്യമായ ഉള്ളുകളി അതാണ്. ആ കാര്യം നല്ലതുപോലെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇവിടെ അദാനി 0.5 ലക്ഷം കോടിയിൽ നിന്ന് 11.44 ലക്ഷം കോടിയിലേക്ക് എത്തുന്നതിന് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റു. അതൊക്കെ വാങ്ങി ചെറിയ വിലക്ക്, ചുളുവിലക്ക് വാങ്ങാൻ വേണ്ടി പണം കിട്ടിയത് എവിടുന്ന? പറഞ്ഞോ, കുറച്ച് എക്കണോമിക്സാണ്, ഒന്നും മനസ്സിലാവില്ല പറഞ്ഞിട്ടില്ല. എവിടുന്നാ വാങ്ങിയേ? ഈ പണം എവിടുന്നാ കിട്ടിയേ? പറ, എവിടുന്നാ? അതായത് ഏതെങ്കിലും മുതലാളി സ്വന്തം കയ്യിലുള്ള പണം എടുത്ത്, അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ അങ്ങനെ പണമുണ്ടോ? ഏത് പണം? പൊതുമേഖലാ ബാങ്കിലെ പണം. എത്ര എന്നുള്ളതിന് ഇപ്പോൾ കൃത്യമായ കണക്കുണ്ട്. അതായത് അദാനിക്കും അംബാനിക്കെല്ലാം നമ്മുടെ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ചുളുവിലക്ക് വിറ്റപ്പോൾ അവർക്കത് വാങ്ങിക്കൂട്ടാൻ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ദേശാൽകൃത ബാങ്കിൽ നിന്ന് അവർ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക കടം വാങ്ങി. ആ കടം വാങ്ങിയ പണമൊന്നും തിരിച്ചടച്ചില്ല. അപ്പോഴതിനൊരു പേരുണ്ട്, പുതിയ പേര്, തിരിച്ചടക്കാത്ത, തിരിച്ചു കിട്ടാത്ത പണം. അതിനെന്താ പണം? പേര് കിട്ടാക്കുറ്റി. റിസർവ് ബാങ്കും ഇന്ത്യ ഗവൺമെൻറ്റും കൂടി തീരുമാനിച്ചു എഴുതി തള്ളാൻ. ആദ്യം ശ്രദ്ധിച്ചോ, 11.5 ലക്ഷം കോടി എഴുതി തള്ളി ആദ്യം. പിന്നെ 8.5 ലക്ഷം കോടി എഴുതി തള്ളി. എത്രയായി? രണ്ടും കൂടി വേഗം കൂടി പറയണം. ആദ്യം 11.5 ലക്ഷം കോടി, പിന്നെ 8.5 ലക്ഷം കോടി. എത്രയാ? 20 ലക്ഷം കോടി ഉറുപ്പിക നമ്മുടെ ബാങ്കിലുള്ള പണം എഴുതി തള്ളി. ആര് വാങ്ങിയ പണമാണ് ഇത്? ഈ കോർപ്പറേറ്റുകൾ വാങ്ങിയ പണമാണ്. അപ്പോൾ ഈ 20 ലക്ഷം കോടിയിലെ മഹാഭൂരിപക്ഷവും ഇവർക്ക് കിട്ടി. നമ്മുടെ ദേശാൽകൃത മാതൃകയിൽ രൂപപ്പെടുത്തിയെടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുഴുവൻ സമ്പത്തും ഇവൻ്റെ കയ്യിലേക്ക് വന്നു. അതിനെല്ലാം കൂടി ഇവൻ്റെ കയ്യിൽ നിന്ന് ചെലവായ പണത്രയാ? വേഗം പറയണ ഉത്തരം. അതായത് അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ നിന്ന് ചെലവായ പണം എത്ര? മനസ്സിലായില്ല? ആരാ പറയാ? എന്തെങ്കിലും ചിലവായോ? അതൊന്നും മനസ്സിലാവാതെ. അതായത് പൊതുമേഖലാ സ്ഥാപനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? കയ്യിലെ പൈസ ഒന്നും എടുത്തില്ല. എന്ത് ചെയ്തു? ബാങ്കിൽ നിന്ന് കടം വാങ്ങി. ആ കടം വാങ്ങിയ പണം കൊണ്ടുപോയിട്ട് പൊതുമേഖലാ സ്ഥാപനം വാങ്ങി. അതെല്ലാം സ്വന്തമായി. ബാങ്കിലെ കട തൊട്ട് വീട്ടിയിട്ടുമില്ല. അതെന്തായി? കിട്ടാക്കുറ്റിയായി. അതെന്തായി? പിന്നെ എഴുതിത്തള്ളി. അപ്പോൾ ഈ വ്യവസായ ശൃംഖല മുഴുവൻ, പൊതുമേഖലാ സ്ഥാപനം മുഴുവൻ, അതിൻ്റെ ഷെയർ മുഴുവൻ വാങ്ങിക്കൂട്ടിയതിന് അദാനിക്കുള്ള, അംബാനിക്കുള്ള ചെലവത്ര? മനസ്സിലായില്ലേ? വട്ടപ്പൂജി എക്കണോമിക്സ് മനസ്സിലാവില്ല എന്ന് പറയുന്നത് വെറുതെ അല്ലേ? മനസ്സിലായില്ലേ? ആള് വരയ്ക്കുന്ന വട്ടപൂജ്യം അല്ലേ? ഒരു പൈസ ചെലവില്ല. അങ്ങനെ വരുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാവാൻ അദാനിക്കും അംബാനിക്കും സാധിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ?
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ഉറപ്പായി പറയാം, സമ്പന്നർ കൂടുതൽ ആരാകുന്നു? സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു. ദരിദ്രരോ? ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു. ഇതാണ് സാമ്പത്തിക നയം. ഈ സാമ്പത്തിക നയത്തിന് BJP ഉണ്ട്, ഈ സാമ്പത്തിക നയത്തിന് കോൺഗ്രസും ഉണ്ട്. അടിസ്ഥാനപരമായ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ഫലപ്രദമായ നിലയിൽ നമുക്ക് പ്രതികരിക്കാനാവണം. ഇതൊരു ഭാഗം. ഇനി അടുത്ത അധ്യായമാണ്. ഇതൊരു ഭാഗം തീർന്നു. നിങ്ങൾ വിചാരിക്കേണ്ട ഇനി അധികം പ്രസംഗിക്കാൻ പോകുന്നു. ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇനി അടുത്ത അധ്യായം ഏതാ? കേരളം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 2 ടേം, ഒരിടം പൂർത്തിയാക്കി, രണ്ടാമത്തെ ടേം 3 കൊല്ലമാവാൻ പോവാണ്. ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷമൊന്നും ആഗ്രഹിച്ച് വന്നതല്ല 2ാം ടേം. എന്തെല്ലാം കള്ളക്കഥകളായിരുന്നു ഇവിടെ അവതരിപ്പിച്ചത്. ആ കള്ളക്കഥകൾ മുഴുവൻ ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ വീണ്ടും പിണറായി അധികാരത്തിലേറ്റുന്നു എന്ന് തീരുമാനിച്ചിട്ടാണ് പിണറായി വന്നത്, അല്ലാണ്ട് ഇവരെ ഷീട്ടിലല്ല. ഇപ്പോഴും ഒരുപാട് കള്ളക്കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കരുവണ്ണൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് CPIM-നെ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കാൻ പറ്റുക എന്നുള്ള കാര്യം നരേന്ദ്രമോദി തന്നെ പ്ലാൻ ചെയ്യുകയാണ്. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് പണ്ടെല്ലാം ആളുകൾ ധരിച്ചിരുന്നത് കുറച്ച് മൂല്യമുണ്ട് എന്നാണ്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഉള്ളതേ ഉള്ളൂ എന്നും. ഞാൻ അങ്ങനെയേ പറയുന്നത്. ഒരു പ്രധാനമന്ത്രിയെ പറ്റി അതിനപ്പുറം പറഞ്ഞാൽ ശരിയാവില്ലോ. ഉള്ളതേ ഉള്ളൂ എന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൊടുക്കാനായിട്ട് ഞാൻ കേരളത്തിലേക്ക് വരാം. അത് ഇതിനിടെ 2-3 വിധി വന്നു. ഒന്ന് ഇലക്ഷൻ ഫണ്ടിൻ്റെ വിധി, അതിനു മുമ്പ് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിധി, പിന്നെ ന്യൂ മീഡിയയിൽ ഇടപെടുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചതിനെതിരായിട്ടുള്ള വിധി. ഇതൊക്കെ വന്നപ്പോൾ പ്രകോപിതനായിട്ട് സാധാരണ ഒരു RSS പ്രവർത്തകൻ എങ്ങനെയാണോ പെരുമാറുക, അതാ ഞാൻ പറഞ്ഞത്. എന്താണോ അദ്ദേഹം അതാവാനേ അദ്ദേഹത്തിനാവുള്ളൂ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതാ അപ്പോൾ പ്രതികരണം വന്നു. എല്ലാം പുരാണത്തിലാണല്ലോ ഈ RSകാർ പറയുക, അറിഞ്ഞിട്ടൊന്നും പറയുന്നൊന്നുമല്ല. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നു എന്നാണ് വെപ്പ്. പക്ഷെ പുരാണ പറയുക. സുകുമാരഴി കൂടെ ഏറ്റവും ശക്തിയായിട്ട് തീർത്തതാണ് ഈ പുരാണത്തെ. പക്ഷെ ആ പുരാണം ഉദ്ധരിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഒരു കഥ പറഞ്ഞു. എന്താ കഥ കേട്ടു നിങ്ങൾ? ശ്രീകൃഷ്ണനെ കാണാൻ പോയി സതീർത്ഥൻ. ആരാ? വേഗം പറയണം. കുചേരൻ പോയി. കുറേ കാലമായിട്ട് ഭാര്യ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുചേരന. നിങ്ങളുടെ സഹപാഠിയല്ലേ, പോയി പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ പട്ടിണി ഒന്ന് അവസാനിച്ച് കിട്ടൂലേ. അങ്ങനെ പട്ടിണി അവസാനിച്ച് കിട്ടുമെന്ന് വിചാരിച്ച് ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ദരിദ്രനായ പ്രായമുള്ള ആ മനുഷ്യൻ കുചേരൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി പോയി. കാണാൻ പോകുമ്പോൾ ഭാര്യ ഒരു ചെറിയ പൊതി കൊടുത്തു. എന്തായിരുന്നു ആ പൊതിയിൽ? അവിൽപ്പൊതി. വേറൊന്നും കൊടുക്കാനില്ല. ആ അവിൽപ്പൊതിയും കൊണ്ടാണ് ശ്രീകൃഷ്ണനെ കാണാൻ പോയത്. അങ്ങനെ ശ്രീകൃഷ്ണനെ കാണാൻ പോയ കുചേരൻ്റെ കയ്യിലുള്ള അവിൽപ്പൊതി ശ്രീകൃഷ്ണൻ വാങ്ങിയാൽ നമ്മുടെ സുപ്രീം കോടതി അഴിമതി എന്ന് പറഞ്ഞിട്ട് കേസെടുക്കുമോ എന്നാണ് ചോദ്യം. അത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റേഞ്ച് താനീ ഒരു RSSൻ്റെ മാത്രമേ ഉള്ളൂ. അതാ കാര്യം. താനീ ഒരു RSSൻ്റെ റേഞ്ചേ ഉള്ളൂ. കോടതിയെ ഭയപ്പെടുത്തുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം RSSൻ്റെ ഏറ്റവും പ്രമുഖരായ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ, ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നേരത്തെയും പറഞ്ഞു, പ്രസിഡന്റിന് കത്തയച്ചു. ഈ ഇലക്ഷൻ ഫണ്ട് പിരിച്ചത് തെറ്റാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രഖ്യാപിച്ചതിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് RSSൻ്റെ തന്നെ വേറൊരു നേതാവ്, ഒരു വക്കീല്, അദ്ദേഹമാണ് ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിന് കത്തയച്ചു. അത് ഏശിയില്ല. ഇപ്പോൾ 600 എണ്ണത്തിൻ്റെ കത്ത് കൊടുത്തിരിക്കുകയാണ്. 600 വക്കീലന്മാരുടെ കേസ്. കോഴിക്കോട് നിന്ന് വിചാരിച്ചാൽ 1000 വക്കീലന്മാർ ഇപ്പം നമുക്ക് ഒപ്പിട്ടയക്കാൻ പറ്റില്ലേ ഇതിനെതിരായിട്ട്? പക്ഷെ സങ്കുചിത ബുദ്ധിയാണെന്ന് മനസ്സിലാക്കണം. 600 ആളുടെ കത്ത് ആർക്കാ കൊടുത്ത? ജസ്റ്റിസിന്, ചീഫ് ജസ്റ്റിസിന് 600 ആളുടെ കത്ത് എഴുതി സമർപ്പിച്ചു എന്ന വാർത്ത വന്ന ദിവസം ആദ്യം പ്രതികരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിൽ വസ്തുതയുണ്ട്. മനസ്സിലായില്ലേ? അതിൽ വസ്തുതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലാരാ? ഈ സുപ്രീം കോടതിയുടെ വിധിയെ അപഹസിക്കുന്നതിന് വേണ്ടി
തയ്യാറാക്കിയ ഈ 600 വക്കീലന്മാരുടെ കത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ് എന്നതിന് എനിക്കൊരു സംശയമില്ല. അത് ഈ നരേന്ദ്രമോദി തന്നെയാണ്. സുപ്രീം കോടതിയോട് അനാരതപരമെന്ന് മാത്രമല്ല, ഒരു തരത്തിലും പാടില്ലാത്ത രീതിയിലുള്ള ഉപമയാണ് അദ്ദേഹം നേരത്തെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് സത്യ. ആദരവില്ല എന്ന് മാത്രമല്ല, അതിശക്തിയായ കടുത്ത എതിർപ്പാണ്. ഇത് നമ്മൾ വളരെ വ്യക്തിയോടുകൂടി മനസ്സിലാക്കണം. നമുക്ക് കേരളം എല്ലാ തരത്തിലും മുൻപന്തിയിലാണ്. മനുഷ്യ വിഭവ സൂചികയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. ഇനി അങ്ങനെ നീ 1-ാം സ്ഥാനത്ത് വരണ്ട. ഇതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ഒരു വികസന പ്രവർത്തനവും ഇനി ഈ കേരളത്തിൽ നടക്കാൻ പാടില്ല എന്നാണ് വി.ഡി. സതീശൻ. എല്ലാ വികസനത്തിനും എതിരാണ്, നാഷണൽ ഹൈവേ ഉൾപ്പെടെ. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ കേരളീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കേരളത്തെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കണം. ഇന്നലെ ഒരു കടമ്പയായിരുന്നു. ഇന്ന് പത്രങ്ങളെല്ലാം നോക്കുമ്പോൾ പത്രങ്ങൾക്കൊന്നും കാര്യമായിട്ട് എഴുതാൻ ചാൻസ് കിട്ടിയില്ല. കുമിഞ്ഞുകൂടി കിടക്കുന്നു ബില്ലുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ശരിയായി. ഇന്നൊരു പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച ദിവസമാണ് ഏപ്രിൽ 1. ഇന്നലെയാണ് പൂട്ടുന്നതെങ്കിൽ പൂട്ടേണ്ടുന്നത്. ഏത് ട്രഷറി പൂട്ടിയില്ല. നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചതെല്ലാം കൊടുക്കും. ഒരു ഗഡു 62 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തു. വിഷുവിന് മുമ്പ് 2 ഗഡു കൂടി കൊടുക്കും. 3200 കോടി കൂടി ഇനി കൊടുക്കും. 1600 ഇപ്പോൾ കൊടുക്കും. ജനങ്ങൾക്കൊരു കാര്യം നന്നായിട്ടറിയാം. ഇവിടെ BJP-ക്കാരും കോൺഗ്രസ്സുകാരും പറയുന്നത് പോലെയല്ല, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് പണമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും എന്ന ഗ്യാരണ്ടി ഉണ്ട് ഇവിടെ. ഈ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുക്കാൻ ഗവൺമെൻറ് പദ്ധതി ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ചിരുന്നു ഈ 1600 പോലെ 600 ഉണ്ടായിരുന്നുള്ളൂ മുമ്പ് UDF-ൻ്റെ കാലത്ത്. അത് 1600 ആക്കി പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ. ഇനി ഈ 1600 പോരാ, 2500 ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പണം വന്നാൽ യഥാർത്ഥത്തിൽ 57,000 കോടിയും 7,000 കോടി രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിക്കും കൂടി കിട്ടേണ്ടിയിരുന്നു. 64,000 കോടി. ഈ 64,000 കോടി കഴിഞ്ഞ മാർച്ച് മാസം 31-ാം തീയതിക്ക് മുമ്പ് ഈ കേരളത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ 1600 മാസാമാസം കൊടുക്കുന്നു മാത്രമല്ല, അത് 2,500 രൂപയാക്കി വർദ്ധിപ്പിക്കുമായിരുന്നു. തരുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്. ഇന്നിപ്പോൾ കോടതി വിധി വരാൻ പോവാ. അത് കടം വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. 13,000 കോടി രൂപ വാങ്ങാൻ അനുവാദം കോടതി തന്നു. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയത്. നമ്മൾ സ്വന്തമായിട്ട് നികുതി വരുമാനം വർദ്ധിപ്പിച്ചു. കുടിശ്ശികളെല്ലാം നല്ലതുപോലെ പിരിച്ചു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും ഫലപ്രദമായി നമ്മുടെ മണി മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ ധനകാര്യ വകുപ്പിന് കഴിഞ്ഞു. അതുപോലെ ബാലഗോപാലിന് സാധിച്ചു. അതാ കാര്യം. അങ്ങനെ വന്നപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനായി. നമുക്ക് യഥാർത്ഥത്തിൽ സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനത്തിൻ്റെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ്. അതിലിടപെടാൻ വേണ്ടത്ര ഇപ്പോഴും ആവാതെന്നുകൊണ്ട് കേന്ദ്രം പണം തരുന്നില്ല. അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് ക്ഷാമബത്ത കൊടുക്കേണ്ടതാണ്. ഒറ്റ ഗഡു മാത്രമേ കൊടുക്കാനായുള്ളൂ. മുഴുവൻ കൊടുക്കാൻ താല്പര്യമുണ്ട്. എന്താ പണം തരുന്നില്ല. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. അത് കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്തേ? കേന്ദ്ര ഗവൺമെൻറ് പണം തരുന്നില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പണം തരാതിരിക്കുക, എന്നിട്ട് കേരളം കൊടുക്കുന്നില്ല എന്ന കള്ള പ്രചരണം നടത്തുക. ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ആവശ്യമായ ആശ്വാസകരമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. ഇവിടെ കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം പറയാൻ വി.ഡി. സതീശനില്ല. 18 MP-മാരുണ്ട് ഇവിടെ, M.K. രാഘവൻ ഉൾപ്പെടെ. അവിടെ പോയാൽ മുട്ടുമറച്ചിട്ട് ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. പറയുന്നുണ്ടോ? കേരളത്തിനെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള ആക്ഷേപമല്ലേ ഉന്നയിക്കുന്നത്? കേന്ദ്രത്തിനെതിരായിട്ട് എന്തെങ്കിലും പറയാൻ തയ്യാറുണ്ടോ? പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾക്ക് മിണ്ടാൻ കഴിവുണ്ടോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞോട് ഞങ്ങളെല്ലാം മിണ്ടിയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് കള്ളപ്രചരണം നടത്തുകയാണ്. നിങ്ങൾ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തത്. മാത്രമല്ല, ഇപ്പോഴും കേരളത്തിൻ്റെ പുറത്ത് കർണാടകത്തിലേക്ക് പോയാൽ പൗരത്വ ഭേദഗതി നിയമം വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ആർജവുണ്ടോ? കേരള ഗവൺമെൻറ് തീരുമാനിച്ചു ഞങ്ങൾ നടപ്പിലാക്കില്ല. തമിഴ്നാട് ഗവൺമെൻറ് തീരുമാനിച്ചു ഞങ്ങൾ നടപ്പിലാക്കില്ല. BJP വിരുദ്ധ ഗവൺമെൻറ്റുകളാണ്. എന്നാൽ BJP വിരുദ്ധ ഗവൺമെൻറ് തന്നെയാണല്ലോ കർണാടകം, തെലുങ്കാന. 2 മുഖ്യമന്ത്രിമാരും പറഞ്ഞോ നടപ്പിലാക്കില്ല എന്നും? അത് പറയില്ല എന്നുള്ളത് കൊണ്ട് വി.ഡി. സതീശൻ പറയാണ് കമ്മ്യൂണിസ്റ്റുകാർ
പിണറായി വിജയൻ മുഖ്യമന്ത്രി നടപ്പിലാക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നടപ്പിലാക്കേണ്ടി വരും. എന്താ ഒരു താല്പര്യം? നിയമം ഇവിടെ നടപ്പിലാക്കേണ്ടി വരും. അപ്പോഴാ കോടതി പോയേ, സുപ്രീം കോടതിയിൽ കേസ് കിടക്കുക സുപ്രീം കോടതിയിൽ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ഗവൺമെന്റിനെതിരായി കടന്നാക്രമണം നടത്താൻ, BJP ഗവൺമെന്റിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക പശ്ചാത്തലത്തെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കണം. മുന്നോട്ടേക്ക് വെച്ച കാല് പിന്നോട്ടേക്ക് വെക്കാൻ ഈ ഗവൺമെന്റ് ഇല്ല എന്ന് സഖാവ് പിണറായി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഒരു വികസന പ്രവർത്തനത്തിൽ നിന്നും ഒരു ക്ഷേമ പ്രവർത്തനത്തിൽ നിന്നും കേരളം പിന്നോട്ടേക്ക് മാറില്ല. കേരളത്തെ ഒരു 10-20 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങൾ 400 കൊല്ലം ജനാധിപത്യ വിപ്ലവം ഉൾപ്പെടെ സംഘടിപ്പിച്ച് 400 കൊല്ലം കഴിഞ്ഞ ലോകത്ത് തന്നെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഏറ്റവും ശക്തിയായ രീതിയിൽ മുന്നേറ്റം കുറിച്ച വികസിത രാജ്യങ്ങളുണ്ട്. വികസിത രാജ്യങ്ങൾ, പിന്നെ അർദ്ധ വികസിത രാജ്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് സഖാവി പിണറായി വിജയൻ്റെ പ്രതീക്ഷ എന്താ? കേരളത്തിലൊരു 20 കൊല്ലം, 57 തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, 57 EMSൻ്റെ ഗവൺമെൻറ് മുതലാണ് തുടക്കം. ഇനി ഒരു 20 വർഷം കൂടി കഴിഞ്ഞാൽ ലോകത്ത് വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എത്തിക്കുക എന്നതാണ് നവകേരളം കൊണ്ട് ഈ കേരളം ഉദ്ദേശിക്കുന്നത്. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഉന്നം. അതിലേക്ക് കേരളത്തെ നയിക്കണം. അതിന് നയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ദുർഘടസന്ധികളെയും നമുക്ക് അഭിമുഖീകരിക്കാനാവണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉപരോധത്തെ നമുക്ക് മാറ്റാനാവണം. ആ ഉപരോധം സൃഷ്ടിക്കുന്ന ഗവൺമെൻറ്റിനെ തന്നെ നമുക്ക് മാറ്റാനാവണം. അത്തരത്തിൽ ഈ കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും. ഇടതുപക്ഷത്തിനാണ് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് പോകാനാവുക. വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് സഖാവ് പാർട്ടി ജനറൽ സെക്രട്ടറിയെ നേരെ കാണുന്നതിന് വേണ്ടി പോയി കണ്ടു. ഇതിൻ്റെ വക്താക്കൾ സഖാവ് യെച്ചൂരി വായിച്ചു. എന്നിട്ട് പറഞ്ഞു, കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായില്ലല്ലോ. ഇല്ല. എപ്പോഴാണ് പൂർത്തിയാകുക? 2025 ഡിസംബറിൽ. ഒന്നാമത്തെ നില, അതിന് 3 നിലയാണ്. രാമക്ഷേത്രത്തിൻ്റെ ഒന്നാമത്തെ നില, രണ്ടാമത്തെ നില, മൂന്നാമത്തെ നില. അപ്പോൾ ഒന്നാമത്തെ നില പൂർത്തിയായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴില്ല. അതെപ്പോഴാണ് പൂർത്തിയാകുക എന്ന് ചോദിച്ചപ്പോൾ 2025 ഡിസംബർ. അപ്പോൾ പൂർത്തിയാവാതൊരു അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യന്മാർ പറഞ്ഞത് ഇത് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനായിട്ടില്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല. പ്രസിഡന്റിനെ ക്ഷണിച്ചാൽ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്പർ 1. വൈസ് പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല, പ്രോട്ടോകോൾ അനുസരിച്ച് നമ്പർ 2. പ്രധാനമന്ത്രിക്ക് എല്ലാം ചെയ്യണം, പ്രോട്ടോകോൾ അനുസരിച്ച് നമ്പർ 3. അങ്ങനെ ഇവരെല്ലാം ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ള വിശ്വാസികളെല്ലാം എതിർത്തിട്ടും ഇവർ ഈ കാര്യം ഇങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാലോ. അപ്പോഴേ അതിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്, ഞാൻ വരുന്നില്ല. നിങ്ങളിത് യഥാർത്ഥത്തിൽ ഒരു വർഗീയ നിലപാട് സ്വീകരിച്ച് വോട്ട് വാങ്ങാനാണ് ശ്രമം. അതിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല എന്ന് സഖാവ് യെച്ചൂരി പറഞ്ഞു. അതിനു മുമ്പേ കോൺഗ്രസ്സുകാരെ ക്ഷണിച്ചിരുന്നു. കോൺഗ്രസ്സുകാർ പറഞ്ഞു, ആലോചിക്കട്ടെ, പറയാം. വ്യക്തമായിട്ട് മറുപടിയില്ല. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയായപ്പോൾ ഗത്യന്തരമില്ലാതെ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഞങ്ങൾ പങ്കെടുക്കില്ല. പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖു അദ്ദേഹം പറഞ്ഞു, ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പോകും. UP-യിലെ 100 കോൺഗ്രസിൻ്റെ ഒരു ടീമാണ് അവിടെ പങ്കെടുത്തത്. കർണാടകത്ത് പോയി, ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് പോയി. അതിൻ്റെ അർത്ഥം എന്താ? കോൺഗ്രസ് എന്ത് തീരുമാനിച്ചാലും കോൺഗ്രസ്സുകാർ എടുക്കുന്ന തീരുമാനം പോലെ മൃദു ഹിന്ദുത്വ നിലപാടാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ നിലപാടിനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനാവില്ല, അത് നടപ്പിലാക്കാനും നിങ്ങൾക്കാവില്ല എന്നതിൻ്റെ ഒരു സൂചന ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കേരളത്തിനെതിരായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനും കേരളത്തിലെ പ്രതിപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്ന വികസനപരമായ നിലപാടിനെതിരായി പ്രതിപക്ഷം കൈകാര്യം ചെയ്യുന്ന, ലോകത്തൊരു പ്രതിപക്ഷവും കൈകാര്യം ചെയ്യാത്ത നിഷേധാത്മകമായ ഒരു വികസന പ്രവർത്തനവും
കേരളത്തിൽ അനുവദിക്കില്ല എന്ന പ്രതിപക്ഷ നിലപാടിനുമെതിരായി ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിധി എഴുത്തായിരിക്കും വരാൻ പോകുന്ന 26-ാം തീയതി നടക്കാൻ പോകുന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പാർലമെന്റ് നിയോജക മണ്ഡലം നിർത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ആകെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും സജീവമായി ഉണ്ടാവണമെന്നും ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന CPIM-ൻ്റെയും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും ഉജ്ജ്വലനായ നേതാവ് എന്ന് എല്ലാവർക്കും അറിയുന്ന സഖാവ് വളമരം കരീമിന് അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക എന്ന് മാത്രമല്ല, അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രവർത്തകരായി ഭടന്മാരായി മാറണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.